പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച് നൈജീരിയ. 1969 എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ആ ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ മാത്രം വിദേശ പൗരനാണ് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന 17ാമത് അന്താരാഷ്ട്ര പരമോന്നത ബഹുമതിയാണ് ഇത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോദി നൈജീരിയയിൽ എത്തിയതിനിടെയാണ് പുരസ്കാര പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത്. 17 വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സൗഹൃദം കൂടുതൽ ആഴത്തിലുള്ളതാക്കുമെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു. നൈജീരിയ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ 5 ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത്. നൈജീരിയയിൽ നിന്ന് അദ്ദേഹം ബ്രസീലിലേക്ക് പോകും. നേരത്തെ കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തേടിയെത്തിയിരുന്നു. കോവിഡ് കാലത്ത് ഡൊമിനിക്കയ്ക്ക് ഇന്ത്യ നൽകിയ പിന്തുണ മാനിച്ചാണ് ബഹുമതി നൽകുന്നതെന്ന് ഡൊമിനിക്ക പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. കോവിഡ് വ്യാപന കാലത്ത് 2021 ഡൊമിനിക്കയ്ക്ക് ഇന്ത്യ 70,000 ഡോസ് കോവിഡ് വാക്സിൻ നൽകിയിരുന്നു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വിവര സാങ്കേതിക വിദ്യ എന്നിവയിൽ ഡൊമിനിക്കയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണയെക്കുറിച്ചും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. അബൂജയിൽ പ്രസിഡന്റിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ആചാരപരമായ ഗംഭീര വരവേൽപ്പ് നൽകിയാണ് പ്രധാനമന്ത്രിയെ നൈജീരിയൻ പ്രസിഡന്റ് സ്വീകരിച്ചത്. ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സഹകരണം കുത്തനെ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഉടമ്പടികൾ ഒപ്പുവെക്കുമെന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നൈജീരിയയിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രസിഡന്റ് ബോല അഹമ്മദ് എക്സിൽ കുറിച്ചിരുന്നു. 2007 ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വിപുലമാക്കാനും കൂടുതൽ ഊഷ്മളമാക്കാനും ശ്രമിക്കുമെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.